ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നമ്മൾ ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, പക്ഷേ പെട്ടെന്ന് മരണനിരക്ക് കൂടുന്നത് കുറയ്ക്കാൻ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ പഠന റിപ്പോർട്ട് ഉപകാരപ്പെടും എന്നാണ് ഗവേഷകരൊക്കെ പറയുന്നത്. അതായത് കൂടുതൽ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ സ്ത്രീകൾക്ക് കൂടുതൽ കാലം ജീവിക്കാൻ കഴിയും എന്നാണ് പഠനം പറയുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല എങ്കിൽ അകാല മരണം ഉറപ്പും എന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ട് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. എന്ത് തോന്നുന്നു? ഇതിന് കുറച്ച് എന്ത് തോന്നുന്നു ഈ വിഷയത്തെ കുറിച്ച് എന്ത് തോന്നുന്നു അല്ലേ, അതെനിക്ക് മനസ്സിലായി. ഇതിന് രണ്ട് വശങ്ങളുണ്ട് തന്നെയാ. ഒന്ന്, നമ്മുടെ ബയോളജിക്കലി ഉള്ള നമ്മുടെ ചില എന്താണ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ. രണ്ട്, സൈക്കോളജിക്കലി ഉള്ള വശങ്ങൾ. ഇത് രണ്ടും നമുക്ക് പറഞ്ഞു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീ എന്ന് പറയുന്നത് പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ഏറ്റവും പവിത്രമായ കാര്യമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളത്. ആ കുഞ്ഞിന് ജന്മം നൽകാനുള്ള പ്രക്രിയയിലേക്ക് സ്ത്രീയെ എത്തിക്കാൻ വേണ്ടി പ്രകൃതി പല സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മെൻസസ് എന്ന് പറയുന്ന പ്രക്രിയ അതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അവരിൽ കൂടുതൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൊടുത്തുകൊണ്ട് സ്ത്രീയെ ഒരു 40 വയസ്സ് വരെ അല്ലെങ്കിൽ 50 വയസ്സ് വരെയെങ്കിലും സ്ത്രീയെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. ഭൂരിഭാഗം സ്ത്രീകളും നോക്കിയാൽ മതി, ഹാർട്ട് അറ്റാക്ക് കുറവായിരിക്കും സ്ത്രീകൾ. പുരുഷന്മാരെ അപേക്ഷിച്ച് ഹാർട്ട് അറ്റാക്ക് കുറവാണ്. അതിൻ്റെ കാരണം ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ഉള്ളത് കൊണ്ടാണ്. അതിൻ്റെ ഒക്കെ ഭാഗമാണ് ഈ സെക്സ് എന്ന് പറയുന്നത്. അത് ഈ സെക്സിൻ്റെ പ്രശ്നം പ്രകൃതിക്ക് ഒരു കാര്യമാണ്. നമ്മൾ അങ്ങ് സെക്സിൽ സുഖിക്കണമെന്നൊന്നുമല്ല. കാരണം പുതിയ തലമുറ വരണം. അത് ആണിനും പെണ്ണിനും എല്ലാം തത്തുല്യമായി പ്രകൃതി അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി സ്ത്രീയാണ് അതിൽ ബുദ്ധിമുട്ടുന്നത് എന്നുള്ളത് കൊണ്ട്. കാരണം ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും ഒക്കെ നമ്മൾ പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല. അത് ധന്യക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് കൊണ്ട് ഞാൻ അത് ധന്യയോട് വിശദീകരിക്കേണ്ട കാര്യവുമില്ല. പക്ഷേ പുറത്തെ ആളുകൾക്ക്, ഒരുപറ്റ ആണുങ്ങൾക്ക് അറിയില്ല ഇതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളമാണ് എന്നുള്ളത്. അപ്പോൾ പല പഠനങ്ങളും തെളിയിക്കുന്നത് ഇത് സെക്സുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് കുറേ ഗുണങ്ങളുണ്ട് എന്നാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ തീരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത സ്ത്രീകളുമായി താരതമ്യം ചെയ്ത ഒരു പഠനം നടന്നു. ആ പഠനത്തിൻ്റെ ഭാഗമായി അവർ കണ്ടെത്തിയ ഒരു റിപ്പോർട്ടാണിത്. 2005-നും 2010-നും ഇടയിലെ US നാഷണൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എക്സാമിനേഷൻ സർവേ. ആ സർവേയുടെ ഭാഗം ആയിട്ടുള്ള ഡാറ്റയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതായത് ഈ ആഴ്ചയിൽ ഒരു ദിവസം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളിൽ ഇതിൻ്റെ ഗുണം എന്താണ്? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ളതും ഒരു സ്ത്രീയെ മനസ്സിന് പോസിറ്റീവായി നിർത്തുന്നതും ഒരു സ്ത്രീയുടെ ശരീരത്തിലെ രോഗങ്ങളെ തടയുന്നതിനുമൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഈ എൻഡോർഫിൻ എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഹോർമോണാണ്. അതുപോലെ തന്നെ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ സെറോട്ടോണിൻ എന്ന് പറയുന്ന, നോറെപ്പിനെഫ്രിൻ എന്നൊക്കെ പറയുന്ന കുറേ ഹോർമോൺസുകളുണ്ട്. ഇത്തരം ഹോർമോണുകളെല്ലാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വിഷാദത്തിൽ നിന്ന് പോലും നമുക്ക് മുൻപോട്ട്, അതായത് ഈ വിഷാദ രോഗങ്ങളൊക്കെ ഉള്ള ആളുകളിൽ നിന്നും മുൻപോട്ട് വരാൻ കഴിയും. ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും. ഇത് നമ്മുടെ ഒരു സെക്സിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് ഈ ഹൃദയത്തിൻ്റെ വേഗത വർദ്ധിക്കുകയും ബ്ലഡ് പമ്പിങ് നന്നാവുകയും രക്തക്കൊഴലുകളിലൊക്കെ ചെറിയ അടിഞ്ഞു കിടക്കുന്ന ചെറിയ പ്ലാക്കുകൾ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ മാറിപ്പോവുകയും ബ്രെയിനിലേക്ക് ശുദ്ധമായ വായുവും രക്തവും പ്രവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സംവിധാനമാണിത്. ആ സമയത്ത് ഈ സ്ത്രീകൾക്ക് കൂടുതലായുള്ള ഹോർമോൺ പ്രൊഡ്യൂസും കൂടി നടക്കുമ്പോൾ ശരീരത്തിലെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയും അവരുടെ ലൈഫിൻ്റെ ദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല 70%, അതായത് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത സ്ത്രീകളും ഏർപ്പെടുന്ന സ്ത്രീകളും തമ്മിൽ നടത്തിയ ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഏർപ്പെടുന്ന സ്ത്രീകളെക്കാൾ 70% കൂടുതലാണ് മരണസാധ്യത ഏർപ്പെടാത്ത സ്ത്രീകളിലെന്നാണ്. അതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന സ്ട്രെസ് ഹോർമോൺസിന്റെ ഒക്കെ പ്രശ്നമാണ്. ഇതിന് മറുവഴിയില്ലേ? ഇപ്പം ഞാൻ ഒരു കാരണം കൂടി പറയാം. അതായത് സെക്സ് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും, സെക്സിനെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. അതിൻ്റെ പല പ്രശ്നങ്ങൾ കൊണ്ടുള്ള അവരൊക്കെ എന്ത് ചെയ്യുന്ന ഒരു ചോദ്യം കൂടെ ഉണ്ട്. അതിന് മറുവഴികളുണ്ട്. അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റുകളുണ്ട്, ഹോർമോൺ വർദ്ധിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളുണ്ട്, യോഗയുണ്ട്, പലതുമുണ്ട്. പക്ഷേ ഇത് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്നാണ് പുതിയ പഠനം പറയുന്നത്. അത് നല്ല രീതിയിൽ മാത്രം എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തോ പറയാൻ വന്നല്ലോ. അതായത് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു എന്നാണ് ഈ പഠനം പറയുന്നത്.
ഹാപ്പി ഹോർമോണായ എൻഡോൾഫിന്റെ ഉൽപാദനത്തെ ഇത് പ്രോത്സാഹിപ്പിക്കും. ലൈംഗിക ബന്ധത്തിൽ നിന്ന് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത്. ചുമ്മാതല്ല അവിഹിതങ്ങൾ കൂടുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്ത്രീകളുടെ ഹൃദയ ആരോഗ്യത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കും. ഹൃദയമിടിപ്പ് നിരക്കിലെ വ്യതിയാനത്തിലെ കുറവും രക്തപ്രവാഹം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് കാരണമെന്ന് ഗവേഷകർ പറയുന്നു. വിഷാദ രോഗത്തിനൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറയുകയും ചെയ്യുമ്പോൾ മരണനിരക്ക് കൂടാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തുന്നുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത സ്ത്രീകളിൽ അകാല മരണം സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. 20-നും 59-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ അപൂർവമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മരണസംഖ്യ 70%-ലധികമെന്നാണ് പഠനം പറയുന്നത്. പഠനം ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊന്നും കൂടി വിശദമാക്കാൻ തോന്നുന്നു. കാര്യം ഈ എന്താണ് എൻഡോർഫിൻ്റെയും നോറപ്പിനെഫ്രിൻ്റെയും ഒക്കെ കുറവ് കൊണ്ടാണ് നമുക്ക് ഡിപ്രഷനൊക്കെ വരുന്നത്. ഈ ഡിപ്രഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പതുക്കെ എന്താണ് പ്രതിരോധശേഷി കുറയുകയും പല പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഇപ്പോൾ സ്ട്രോക്ക് പോലുള്ള ബുദ്ധിമുട്ടുകളടക്കം ഇതൊക്കെ നെർവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ വരുന്ന ന്യൂറോൺസുകളിൽ വരുന്ന മാറ്റങ്ങൾ, ഈ എൻഡോർഫിൻ ഇതൊക്കെ പറയുന്ന ഇതൊക്കെ ഇതിൽ വരുന്ന, അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീക്ക്, ഒരു വിധവയായ ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ചോളൂ, വിധവയായ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, എനിക്കതിന് താല്പര്യമില്ല, മറ്റൊരാളുമായി വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത സ്ത്രീയാണെങ്കിൽ അവർക്ക് അത് അവകാശമല്ലേ ചോദിച്ചാൽ, ഇതിന് ഇപ്പം നമ്മുടെ കമന്റിൻ്റെ അടിയിലൊക്കെ വന്ന് ചോദിക്കും, ഇങ്ങനെ സ്ത്രീകൾ ഉണ്ടാവില്ലേ, അവർക്ക് എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കും. അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മെഡിക്കൽ രീതികളിൽ, ആയുർവേദത്തിലായാലും അലോപ്പതിയിലായാലും ഹോമിയോപ്പതിയിലായാലും ഇത്തരം ഹോർമോണുകളൊക്കെ വർദ്ധിപ്പിക്കാനും ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാനും ഒക്കെയുള്ള മെഡിസിനുകളൊക്കെ നമുക്ക് ലഭ്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം എന്താണ് ഇത്തരം ഇതിൽ ബന്ധപ്പെട്ടില്ലെങ്കിൽ മരിച്ചു പോകും എന്നുള്ള കാര്യം അല്ല പറയുന്നത്. സാധ്യതകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതില്ലാത്ത ആളുകൾക്ക് മറുവഴികളും ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം. അവരെ കൂടി നമ്മൾ കണക്കിലെടുക്കണമല്ലോ. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ഒരു നല്ല ദാമ്പത്യമൊക്കെ നയിക്കുന്ന, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക്, നല്ല ഭാര്യാഭർത്തൃ കുടുംബത്തിന് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവരുടെ ശരീരത്തിനും അവരുടെ സമാധാനത്തിനും അവർക്കിടയിലെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിലുമൊക്കെ നല്ല രീതിയിൽ അത് സ്വാധീനിക്കുമെന്നും അവരുടെ ജീവിതത്തെ, ആയുസ്സിനെ അത് വളരെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുമെന്നുമുള്ള പഠനം തന്നെയാണ് പുറത്തു വരുന്നത്. അത് പ്രകൃതി കൊടുത്തൊരു അനുഗ്രഹവും കൂടിയാണ്. തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ഈ സ്ത്രീകൾക്ക് പൊതുവെ ഒരു പ്രായം കഴിയുമ്പോൾ, എല്ലാ സ്ത്രീകൾക്കും എന്ന് ഞാൻ പറയുന്നില്ല, ഈ പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം പിന്നെ സ്ത്രീകൾക്ക് പൊതുവെ കുറച്ച് പേർക്കെങ്കിലും ഇതിനോടൊക്കെയുള്ള താല്പര്യം കുറയും. പിന്നെ മക്കളാണ് അവരുടെ ലോകം. അത് കഴിയുമ്പോൾ ഈ മക്കളോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടുമ്പോൾ പിന്നെ പൊതുവെ കുറച്ച് പ്രായം കൂടി വരുമ്പോൾ ഒരു 30 കഴിയുമ്പോൾ അവർ വിചാരിക്കും ഇനി മക്കൾക്ക് വേണ്ടിയാണ് ജീവിതം. എല്ലാ സ്ത്രീകളുമാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കൽ കൂടി അത് എടുത്ത് പറയുകയാണ്. ചില സ്ത്രീകളെങ്കിലും അങ്ങനെ ഉണ്ടാകും. ഒരു 10%, 20% സ്ത്രീകളെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകും. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ്, മക്കളുടെ ഭാവി, മക്കളുടെ ജീവിതം. ആ ഒരു വഴിക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് രാവിലെ ജോലിക്ക് പോകുന്നു, വൈകി വരുന്നു, പിന്നെയും വീട്ടുകാര്യങ്ങൾ നോക്കുന്നു. അത് കഴിയുമ്പോൾ ക്ഷീണം വരുമ്പോൾ അവരവരുടെ, കാരണം പിറ്റേന്ന് വെളുപ്പാങ്കാലം 4 മണിക്ക് വീണ്ടും എണീച്ച് ഇതേ റൊട്ടീൻ തന്നെ ചെയ്യുന്ന സ്ത്രീകളുണ്ട്. മക്കളെ സ്കൂളിൽ വിടണം, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇതിനിടയ്ക്ക് ഇവരുടെ മൈൻഡിൽ ചിലപ്പോൾ ഇത്തരം ഈ ഒരു സെക്സ് പോലുള്ള കാര്യങ്ങളൊന്നും വരണം എന്നില്ല. അപ്പോൾ അത്തരം സ്ത്രീകളിൽ, അത്തരക്കാർക്ക് അവരോട് കൂടി പറയുകയാണ്, ഈ പഠനം പറയുന്നതാണ്, നമ്മൾ പറയുന്നതല്ല, നിങ്ങൾക്ക് സെക്സ് ചെയ്യണമെന്ന് തോന്നിയാൽ മാത്രം ചെയ്യുക. ഇതൊന്നും ആരും നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല. പരസ്പരം തോന്നലുകളിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. സെക്സ് ചെയ്യുന്നത് ശരിയാണെന്ന്, ചെയ്യാത്തത് തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ആരാരെ കൂടെ സെക്സ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിലും കൈകടത്തേണ്ട കാര്യമല്ല. പക്ഷേ ഇതിലൊക്കെ ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ ഒരുപാട് പേരിൽ നിന്ന് സമാഹരിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പല പഠന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. അതിൻ്റെ അടിസ്ഥാനം, പ്രത്യേകിച്ച് ഈ സെക്സ് ചെയ്യാത്തത് മൂലം ഹൃദയത്തെ അത് ബാധിക്കുന്നു, നമ്മുടെ നെർവ്സിനെയൊക്കെ അത് ബാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയായിരിക്കാം. പഠനങ്ങളൊന്നും വെറുതെ അങ്ങനെ എഴുതിവിടുന്ന കാര്യങ്ങളല്ലല്ലോ. ഗവേഷകർ എല്ലാ തരത്തിലുമുള്ള കൃത്യമായ കാര്യങ്ങൾ പരിശോധിച്ച് കൃത്യമായ വിവരങ്ങൾ തേടി അതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. കൃത്യമായി അത് ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. അതായത് ഒരാൾക്കൊരു അസുഖം വന്നാൽ
മരുന്ന് കഴിച്ചിട്ട്, അതായത് അലോപ്പതി മരുന്ന് കഴിച്ചിട്ട് നമുക്ക് മാറാം, ആയുർവേദ മരുന്ന് കഴിച്ചിട്ട് മാറാം, വ്യായാമം ചെയ്ത് ചിലപ്പോൾ മാറ്റാം, ചിലപ്പോൾ യോഗ ചെയ്ത് മാറ്റാം. അപ്പോൾ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ സെക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്നു, എൻഡോർഫിൻ വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് പോലെ അത് ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് അത് വരാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോഗ ഉൾപ്പെടെയുള്ള വ്യായാമം ഉൾപ്പെടെയുള്ള മറ്റു പല കാര്യങ്ങളും മറുവഴികളും കൂടെ ഉണ്ട്. ഇനി അതിന്റെ പേരിൽ ആരും ചൊറിയണ്ട എന്നും കൂടെ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളിതൊരു ഒരു അറിവിലേക്ക് വേണ്ടി മാത്രം നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചതാണ് എന്ന് മാത്രം, ഒരു ആരോഗ്യപരമായ അറിവ് നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തട്ടെ. പൊതുവിൽ സെക്സ് എഡ്യൂക്കേഷൻ ഒന്നും ഇവിടെ ഇല്ല, അത് എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം.